Political Grand Finale, co-presented by Berger Paints, 100 Years of Trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partner, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ. തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി ഇലക്ഷൻ വോയ്സ് ആരംഭിക്കുന്നു. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ കേരളം. വോട്ടെടുപ്പിന് ഇനി 14 ദിവസം. ജനമനസ്സറിയാൻ ന്യൂസ് 18 വോട്ടോട്ടം ഇന്ന് കൊല്ലം ജില്ലയിൽ. ഓരോ പ്രാവശ്യവും വരുമ്പോഴും ഞങ്ങളുടേതായ ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നും തന്നെ ഈ മത്സ്യ മേഖലയിലോട്ട് ചെറുകിട വ്യവസായികളെ പറ്റി അന്വേഷിക്കുകയോ അവരുടെ കുറവെന്താണെന്ന് അന്വേഷിക്കുകയോ ഞങ്ങൾക്കൊരു മാന്യമായ പലിശയ്ക്ക് പൈസ തരിക അങ്ങനൊന്നുമില്ല. വോട്ട് ചെയ്യത്തില്ല, എന്നാലും അത്ര അവര് ചെയ്ത് അവരെ ഭാര്യയും മക്കളും നേടും. നമുക്കെന്താണ് അവര് എന്ത് ചോദിക്കും തൊഴുതുകൊണ്ടാണ് വരുന്നത്. ന്യൂസ് 18 ഗോദ ഇന്ന് പാലായിൽ. വയനാട്ടിൽ ഗണപതി വട്ടം അജണ്ടയാക്കി BJP. കെ സുരേന്ദ്രന്റെ വാർത്താ സമ്മേളന പോസ്റ്ററിലും ഗണപതി വട്ടം. പേരുമാറ്റാൻ കെ സുരേന്ദ്രൻ മെനക്കെടേണ്ടെന്ന് എളമരം കരീം. സുരേന്ദ്രന് കിട്ടേണ്ട വോട്ട് പോലും കിട്ടില്ലെന്ന് PK ബഷീർ. രാഹുൽ ഗാന്ധി തിങ്കളാഴ്ച വയനാട്ടിൽ. ആനി രാജയുടെ 3ാം ഘട്ട പര്യടനം തുടരുന്നു. തിരുവനന്തപുരത്ത് വോട്ടിന് പണം ആരോപണത്തിൽ കൊമ്പുകോർത്ത UDFും NDAയും. മാപ്പ് പറയില്ലെന്ന് ശശി തരൂർ. രാജീവ് ചന്ദ്രശേഖറിന്റെ വക്കീൽ നോട്ടീസിന് തരൂരിന്റെ മറുപടി നോട്ടീസ്. ദല്ലാൽ നന്ദകുമാറിനെതിരെ PC ജോർജ്. ആരോപണത്തിന് പിന്നിൽ അനിൽ ആന്റണി ജയിക്കുമെന്ന് കരുതി ഹാലിളകിയവർ. സംഭവത്തിൽ മറുപടി പറയേണ്ടത് കോൺഗ്രസ്. പാനൂർ ബോംബ് സ്ഫോടനത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട KPCC. തെരഞ്ഞെടുപ്പ് കമ്മീഷന് KPCC നേതൃത്വത്തിന്റെ കത്ത്. കർണാടകയിൽ KS ഈശ്വരപ്പ ഇന്ന് പത്രിക നൽകും. പോരാട്ടം BY രാഘവേന്ദ്രക്കെതിരെ. വിമതനായി മത്സരരംഗത്തിറങ്ങിയത് മകന് സീറ്റ് നിഷേധിച്ചതോടെ. ഇലക്ഷൻ വൈബ്സിലേക്ക് വിശദമായി. സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്നാക്കുമെന്ന പ്രചാരണം വയനാട്ടിൽ സജീവമാക്കി നിർത്താൻ BJP. സുൽത്താൻ ബത്തേരിയിൽ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിന്റെ പോസ്റ്ററിലെ ബത്തേരിയെ ഗണപതി വട്ടം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. വോട്ടെടുപ്പിന് 2 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ രാഹുൽ ഗാന്ധി തിങ്കളാഴ്ച വീണ്ടും വയനാട്ടിലെത്തുന്നുണ്ട്. LDF സ്ഥാനാർത്ഥി ആനി രാജയുടെ 3ാം ഘട്ട പര്യടനം പുരോഗമിക്കുകയാണ്. CV അനുമോദ് വാർത്തയുടെ വിശദാംശങ്ങളായി ചേരുന്നു. അനുമോദ്, നമ്മൾ രാവിലെ മുതൽ തന്നെ ഇക്കാര്യം ചർച്ച ചെയ്യുന്നു. പക്ഷെ അപ്പോഴും നമ്മൾ ഈ പ്രചാരണം അത് ഈ ഒരു വിഷയത്തിലേക്ക് എത്തിക്കാനുള്ള NDAയുടെ ശ്രമമാണ് നമ്മൾ പറഞ്ഞത്. ഒപ്പം വയനാട്ടിൽ നിലവിലത്തെ ഒരു തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ എന്തായി? രാഹുൽ ഗാന്ധി എത്തുന്നതേ ഉള്ളൂ, തിങ്കളാഴ്ച എത്തുന്നു. ആനി രാജ പ്രചാരണം അത് സജീവമാക്കുന്നുണ്ട്. കെ സുരേന്ദ്രനാണ് NDA സ്ഥാനാർത്ഥി. ഈ പ്രചാരണ ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച് വിവാദങ്ങൾക്കൊക്കെ തിരികൊളുത്തുമ്പോൾ വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് ചൂടെങ്ങനെ? എൽദോ, വയനാട്ടിൽ രാഹുൽ ഗാന്ധി എത്തിയില്ല എന്ന ഒരു കുഴപ്പം അല്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമായിട്ട് UDF എടുക്കുന്നില്ല. പകരം രാഹുൽ ഗാന്ധിക്ക് പകരം UDFന്റെ മുതിർന്ന നേതാക്കളും താഴെത്തട്ടിൽ നിന്നുള്ള പ്രവർത്തകരും ഇപ്പോൾ പ്രചരണത്തിൽ സജീവമായിട്ടുണ്ട്. ഓരോ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച്, പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് UDFന്റെ നേതാക്കൾ കൺവെൻഷനുകളും കുടുംബയോഗങ്ങളും എല്ലാം നടത്തി മുന്നേറുന്നു. NDAയുടെ ഭാഗത്തുനിന്നും കെ സുരേന്ദ്രൻ ഓരോ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പര്യടനത്തിലൂടെ ഇന്ന് അദ്ദേഹം സുൽത്താൻ ബത്തേരിയിലാണ് അദ്ദേഹത്തിന്റെ പര്യടനം എന്നുള്ളത്. ആനിരാജയും സുൽത്താൻ ബത്തേരി മണ്ഡലത്തിൽ തന്നെയാണ് പര്യടനത്തിനുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സുരേന്ദ്രന്റെ ഈ ഗണപതി വട്ടം എന്ന വിവാദം അതിൽ എങ്ങനെ പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ചില കാര്യങ്ങൾ LDFനും UDFനുമെതിരെ ചോദ്യങ്ങളായി ഉന്നയിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഗണപതി വട്ടം മാത്രം വിവാദമാക്കുന്നു എന്ന് അദ്ദേഹം പറയുമ്പോൾ താൻ മറ്റു പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ കാട്ടാനകൾ വയനാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്, അത് എന്തുകൊണ്ട് ചർച്ചയായില്ല. അതുപോലെ തന്നെ NDA സ്ഥാനാർത്ഥികൾക്കെതിരെ വ്യാപകമായി കള്ളപ്രചാരണമാണ് നടക്കുന്നത്. കേരളത്തിൽ CAA മുൻനിർത്തി LDFും UDFും ന്യൂനപക്ഷ വിഭാഗങ്ങളെ ആശങ്കയിലാക്കുകയാണ്, പേടിപ്പിക്കുകയാണ്.
കേരളത്തിൽ ആരെയും ബാധിക്കുന്ന കാര്യമല്ലെങ്കിൽ പോലും മുസ്ലിങ്ങളുടെ പൗരത്വം തന്നെ ഇല്ലാതെയാകുന്ന തരത്തിലാണ് മുഖ്യമന്ത്രി ഇതിന്റെ പ്രചാരണം നടത്തുന്നത് തുടങ്ങിയ ആക്ഷേപങ്ങളാണ്, ആരോപണങ്ങളാണ് സുരേന്ദ്രന്റെ ഭാഗത്തും ഉണ്ടാകുന്നത്. മുഖ്യമന്ത്രിയെ തന്നെ നേരിട്ട് ആക്രമിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിന് ഇന്നത്തെ വാർത്താ സമ്മേളനം ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതേസമയം തന്നെ സുരേന്ദ്രന് വലിയ മറുപടി തന്നെ, വിശദമായ മറുപടി തന്നെ നേതാക്കളുടെ ഭാഗത്തും ഉണ്ടാകുന്നു. വയനാട്ടിന്റെ ഭാഗമായിട്ടുള്ള ഏറനാട്ടിലെയും വണ്ടൂരിലെയും MLA മാർ നിശ്ചിതമായ വിമർശനമാണ് സുരേന്ദ്രനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. കെട്ടിവെച്ച ക്യാഷ് കിട്ടാനുള്ള സുരേന്ദ്രന്റെ അവസാനത്തെ അടവാണ് ഈ ഗണപതി വട്ട പ്രസ്താവനയെന്നാണ് വണ്ടൂർ MLA AP അനിൽകുമാർ മറുപടിയായി പറഞ്ഞത്. ഒപ്പം തന്നെ സുരേന്ദ്രന്റെ കിട്ടേണ്ട വോട്ട് പോലും കിട്ടാത്ത സാഹചര്യമായിരിക്കും ഇത്തരം പ്രചരണം നടത്തിയാലെന്ന് ഏറനാട് MLA PK ബഷീർ ആക്ഷേപിക്കുന്നു. ചുരുക്കത്തിൽ സുരേന്ദ്രന്റെ കഴിഞ്ഞ ദിവസത്തെ ഈ സുൽത്താൻ ബത്തേരിയുടെ പേരുമാറ്റം വലിയ തോതിൽ തന്നെ മണ്ഡലത്തിൽ ചർച്ചയാകുന്നുണ്ട്. BJP ഉദ്ദേശിക്കുന്നതും അതുതന്നെയായിരിക്കാം. ഒരുപക്ഷെ ഈ വിഷയത്തിൽ ദേശീയ തലത്തിൽ തന്നെ ഈ ഗണപതി വട്ട വിവാദം വലിയ തോതിൽ ചർച്ചയാക്കി കൊണ്ടുവന്ന് രാഹുൽ ഗാന്ധിയെ കൊണ്ട് അതിൽ മറുപടി പറയിപ്പിക്കാനായിരിക്കാം BJPയുടെ ശ്രമം. വയനാട്ടിൽ അതിന്റെ ഒരു ഇമ്പാക്ട് ഒരുപക്ഷെ അല്പം വോട്ട് ശതമാനം കൂട്ടുവാൻ ഉപകാരപ്പെടുമെന്ന് BJP കരുതുമ്പോൾ ദേശീയ തലത്തിൽ അത് മറ്റൊരു തരത്തിൽ, അതായത് ടിപ്പു സുൽത്താനെതിരായ മുൻപ് BJP നടത്തിയ വിമർശനങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ ഒരിക്കൽ കൂടി ചർച്ചാ വിഷയമാക്കുവാൻ BJPക്ക് ഇതിലൂടെ കഴിയുമെന്നാണ് അവർ കരുതുന്നത്. അത്തരത്തിൽ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഈ ഒരു വിഷയം BJP മനഃപൂർവ്വം വലിയ ചർച്ചാ വിഷയമാക്കുന്നതും തെരഞ്ഞെടുപ്പിൽ ഒരു പ്രചാരണ വിഷയമാക്കുന്നതും. എന്നാൽ ഇതിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചു തന്നെയാണ്, ഉയർത്തി തന്നെയാണ് LDFും UDFും മുന്നേറുന്നത്. ഇനിയിപ്പോൾ അടുത്ത ദിവസം രാഹുൽ ഗാന്ധി കൂടി പ്രചരണത്തിലെത്തുന്നതോടെ UDFിന്റെ പ്രചരണം അതിന്റെ ഉച്ചസ്ഥായിലായിരിക്കും. 15-ാം തീയതിയും 16-ാം തീയതിയും രാഹുൽ ഗാന്ധി മണ്ഡലത്തിലുണ്ടാകും. എല്ലാ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള 7 നിയോജകമണ്ഡലങ്ങളിൽ അദ്ദേഹം റോഡ് ഷോയിൽ പങ്കെടുക്കും. ചിലയിടത്ത് അദ്ദേഹം വോട്ടർമാരെ നേരിട്ട് കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം വയനാട്ടിൽ അതിന്റെ അടുത്ത ലെവലിലേക്ക് കടക്കുകയാണ്. ഇന്നിപ്പോൾ സുരേന്ദ്രന്റെ പ്രസ്താവനയ്ക്കെതിരെ ആനി രാജയുടെ വിമർശനമെല്ലാം കഴിഞ്ഞ ദിവസം വന്നാണ്. രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ 15-ാം തീയതിയും 16-ാം തീയതിയും അദ്ദേഹം മണ്ഡലത്തിലെത്തുമ്പോൾ ഏതെങ്കിലും തരത്തിൽ പ്രതികരണം നടത്തുമോ എന്നുള്ളതാണ് പ്രധാനം. അദ്ദേഹത്തിന്റെ പ്രതികരണം ദേശീയ തലത്തിൽ തന്നെ വലിയ ശ്രദ്ധേയമാകുന്ന സാഹചര്യമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും BJP അത് വലിയ വിവാദമാക്കുമെന്ന് ഉറപ്പാണ്. അതിനുവേണ്ടി തന്നെയാണ് അവരുടെ ഇത്തരത്തിലുള്ള ഈ വിവാദങ്ങൾ അല്ലെങ്കിൽ ഈ വിഷയങ്ങൾ ചർച്ചയിൽ കൊണ്ടുവരുന്നതും കൂടുതൽ അതിൽ തൂങ്ങി പ്രചാരണം നടത്തുന്നതും. ശരി അനുമോദ്. വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു CV അനുമോദ്. സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റണമെന്ന K സുരേന്ദ്രന്റെ പ്രസ്താവനയ്ക്കെതിരെ കോഴിക്കോട്ടെ LDF സ്ഥാനാർത്ഥി എളമരം കരീം, സുരേന്ദ്രന് കേരളത്തിൽ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല, സ്ഥലനാമങ്ങൾ മാറ്റം വരുത്തണമോ എന്ന് തീരുമാനിക്കാനുള്ള സംവിധാനം കേരളത്തിലുണ്ടെന്നും BJP അധ്യക്ഷൻ ഇക്കാര്യം ചെയ്യേണ്ടെന്നും എളമരം കരീം പറഞ്ഞു. RSS അജണ്ട നടപ്പാക്കാനാണ് അവരുടെ ശ്രമം. BJP കേരളത്തിൽ മത്സര ചിത്രത്തിൽ ഇല്ലാത്തതിലുള്ള നിരാശയിൽ നിന്നുള്ള പ്രകോപനമാണ് സുരേന്ദ്രനിൽ നിന്ന് പുറത്തു വരുന്നതെന്നും എളമരം കരീം പറഞ്ഞു. ചെറിയ പെരുന്നാൾ, വിഷു അടക്കമുള്ള ആഘോഷ പരിപാടികൾ വരുന്നതുകൊണ്ട് തന്നെ ചെറിയ ഇടവേള പര്യടന പരിപാടികൾക്ക് നടക്കുകയാണ്. വിഷുവിന് ശേഷം വീണ്ടും വാഹനങ്ങളിലേറിയുള്ള പര്യടനം തുടരും. ജനങ്ങളെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികൾ. എന്തായാലും നമുക്കൊപ്പം കോഴിക്കോട് LDF സ്ഥാനാർത്ഥി ശ്രീ എളമരം കരീമുണ്ട്. ചെറിയ ഇടവേളയ്ക്ക് ശേഷം പര്യടന പരിപാടികൾ വിഷുവിന് ശേഷം പുനരാരംഭിക്കും അല്ലേ? അതെ, വിഷു പെരുന്നാൾ രണ്ടും കേരളത്തിലെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളാണ്. അപ്പോൾ ആ സമയത്ത് പൊതുപര്യടന പരിപാടികൾ ജനങ്ങൾക്കും ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് പരസ്യ പ്രചാരണ പരിപാടികൾ വിഷുവിന് ശേഷം ആക്കി മാറ്റിയത്. ഇപ്പോൾ വ്യക്തികളെ നേരിട്ട് കാണുന്ന പരിപാടിയാണ് ഇപ്പം നടക്കുന്നത്. ഈ ദേശീയ നേതാക്കളൊക്കെ വലിയ തോതിൽ എത്തിത്തുടങ്ങുകയാണ്. ഒപ്പം ഈ BJP പ്രചരണത്തിന്റെ വേറൊരു ഗിയറിലേക്ക് മാറ്റുന്നു. പ്രത്യേകിച്ചും വയനാടുമായി ബന്ധപ്പെട്ട സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റാൻ പോവുകയാണ്. സാധാരണ വടക്കേന്ത്യയിലൊക്കെ കാണുന്നതാണ് ഈ നഗരങ്ങളുടെ പേരുമാറ്റൽ, പ്രധാന സ്ഥലങ്ങളുടെ പേരുമാറ്റലൊക്കെ. എന്താണ് അതിൽ തോന്നുന്നത് ഈ വയനാട്ടിൽ ഇപ്പോൾ നടക്കുന്ന ഈ രാഷ്ട്രീയത്തിൽ? അത് രാജ്യത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിലും അവർക്ക് ഒന്നും പറയാനില്ല, അവർ പ്രതിക്കൂട്ടില്ല. കഴിഞ്ഞ 10 വർഷക്കാലത്തെ BJP ഗവൺമെൻറ്റിൻ്റെ ഭരണ നടപടികൾ ജനങ്ങൾ പൊതുവിൽ അസംതൃപ്തരാണ്. ഇപ്പം രാഷ്ട്രീയം പറയാനില്ലാത്തതുകൊണ്ട് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക എന്ന ഒരൊറ്റ അജണ്ട മാത്രമാണ് BJPക്കുള്ളത്. അതുകൊണ്ടാണ് ഇതുപോലുള്ള പ്രകോപനങ്ങൾ വയനാട്ടിനെ സുൽത്താൻ ബത്തേരിയെ സംബന്ധിച്ച് BJP സ്റ്റേറ്റ് പ്രസിഡൻ്റൊക്കെ നടത്തിയത്. വളരെ ദൗർഭാഗ്യകരമാണ് ഇത്തരം പ്രസ്താവനകൾ. കേരളത്തിൽ ജനങ്ങൾ വളരെ ഐക്യത്തോടെ ജീവിക്കുകയാണ്. അതിന് ഭംഗം വരുത്തുന്ന ഒരു വാക്കോ നോക്കോ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, ഈ സുൽത്താൻ ബത്തേരി എന്ന് പറയുന്നത് അടുത്ത കാലത്ത് ലഭിച്ച പേരാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഒരു ചരിത്രം
ഈ ഇന്ത്യ രാജ്യത്ത് പല പേരുകൾ അവർ മാറ്റുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനുകളുടെ പേര് മാറ്റുന്നു, നഗരങ്ങളുടെ പേര് മാറ്റുന്നു. വടക്കേ ഇന്ത്യയിൽ അത് RSS അജണ്ടയാണ്. കേരളത്തിൽ അതൊന്നും നടക്കുന്നതല്ല. വെറുതെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പ്രചരണം നടത്തുന്നതല്ലാതെ അവരാഗ്രഹിക്കുന്ന വിധത്തിൽ ഒന്നും കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. അല്ല, അത്തരം പേരുമാറ്റങ്ങൾ നടക്കില്ല എന്ന് തന്നെയാണ്. തീർച്ചയായും അതൊന്നും BJP തീരുമാനിക്കേണ്ടതല്ല. കേരളത്തിൽ സ്ഥലനാമം വല്ലതും മാറ്റം വരുത്തണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള സംവിധാനങ്ങൾ കേരളത്തിലുണ്ട്. ഇതൊന്നും BJPയുടെ ഒരു സ്റ്റേറ്റ് കമ്മിറ്റി പ്രസിഡന്റ് പറയേണ്ടതല്ല. അതിനനുസരിച്ച് മാറ്റം വരുത്താൻ ഇത് BJP ഗവൺമെന്റ് അല്ലല്ലോ. അദ്ദേഹം MP ആയാലും അദ്ദേഹത്തിന് മാറ്റം വരുത്താനൊന്നും പറ്റില്ല, ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. BJP തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അപ്രസക്തമാണ്. അവർ ഒരിടത്തുമില്ല. ഇവിടെ LDFും UDFും തമ്മിലാണ് തെരഞ്ഞെടുപ്പ് മത്സരം പ്രധാനമായി. അവരുടെ സ്റ്റാർ കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നവർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ പോലും അവർ പുറകോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് ആ നിരാശയിൽ നിന്ന് ഉളവാകുന്ന പ്രകോപനമാണ് BJP നേതാവിൻ്റെ വാക്കുകളിലൂടെ പുറത്തു വരുന്നത്. കഴിഞ്ഞ ആഴ്ച ചർച്ച നടത്താൻ ഒരുങ്ങിയത് കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പ്രത്യേകിച്ചും ദൂരദർശൻ അത് പ്രദർശിപ്പിക്കാൻ ഒരുങ്ങിയപ്പോൾ ഇത്തരം വിഷയങ്ങളാണ് അവർ ഓരോ ആഴ്ചയിലും കൃത്യമായി ഇടുന്നുവെന്ന് കരുതുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ദൂരദർശൻ നമ്മുടെ സർക്കാരിൻ്റെ ഒരു വാർത്താ ഏജൻസിയാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് അവർ ചെയ്തത്. CPIM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികൾ അതിൽ കടുത്ത അമർഷവും പ്രതിഷേധവും ഒക്കെ രേഖപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ടും അവർ അതിൻ്റെ നടപടിയുമായി മുന്നോട്ട് പോയി. പക്ഷെ കേരളത്തിൽ അതൊന്നും ഒരു ചലനവും ഉണ്ടാക്കിയിട്ടില്ല. ഒരു തരത്തിലും അത് കേരളത്തിലെ ജനങ്ങളെ സ്വാധീനിക്കുന്നതുമല്ല. ഈ പാനൂർ പോലുള്ള വിഷയങ്ങളും വരുന്നുണ്ട്. അത് എന്തെങ്കിലും കുറവ് വരുത്താനുള്ള സാധ്യതയുണ്ടോ? അതിലെന്തെങ്കിലും പാർട്ടി പ്രതിരോധത്തിലായിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അതെല്ലാം ഒരു ഒറ്റപ്പെട്ട ഒരു സംഭവം എന്ന നിലയിൽ അതിനെ നിയമപരമായി കൈകാര്യം ചെയ്യേണ്ടതാണ്. അത് പോലീസ് അതിൻ്റെ നടപടികൾ നീക്കുന്നുണ്ട്. അതിലപ്പുറത്തുള്ളൊരു രാഷ്ട്രീയ മാനം അതിന് ഒരിക്കലും നൽകേണ്ടതില്ല. എന്തായാലും തിരക്ക് പിടിച്ച ദിവസത്തിലേക്കാണ് അദ്ദേഹം നീങ്ങുന്നത്. കേരളത്തിലെ സ്ഥലങ്ങളുടെ പേരുകൾ മാറ്റാൻ ഒരു തരത്തിലും BJPക്ക് കഴിയില്ല. അദ്ദേഹം MP ആയാൽ പോലും ഒരു ചുക്കും കേരളത്തിൽ നടക്കില്ല എന്നും എളമരം കരീം വ്യക്തമാക്കുന്നു. ടിപ്പു സുൽത്താനെ പുകഴ്ത്തുന്നത് ഇന്ത്യ മുന്നണിയുടെ നിലപാടെന്ന് K. സുരേന്ദ്രൻ. പഴശ്ശിരാജയെ അപമാനിക്കുകയും ടിപ്പു സുൽത്താനെ പുകഴ്ത്തുകയും ചെയ്യുന്ന നിലപാട് BJPക്ക് സ്വീകരിക്കാൻ കഴിയില്ല എന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. കൂർഗിലും മംഗലാപുരത്തും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ടിപ്പു സുൽത്താൻ കൊന്നൊടുക്കി. മലബാറിൽ ഹിന്ദു ക്ഷേത്രങ്ങൾ തകർത്തു. ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെ മതപരിവർത്തനം നടത്തുകയും ചെയ്തു. ടിപ്പുവിനെ പുകഴ്ത്തുന്ന ഇന്ത്യ മുന്നണിയുടെ നിലപാട് അംഗീകരിക്കാൻ കഴിയില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു. We will not accept the IND alliance stand disrespecting Pazhashiraja and glorifying Tipu Sultan. We will not accept this because who is Tipu Sultan? How many temples were demolished and destructed by Tipu Sultan? Gold treasures were looted by Tipu Sultan. In Coorg and Mangalore, Christian genocide by Tipu Sultan. In Malabar area, Hindu genocide by Tipu Sultan. Hundreds of temples attacked, demolished, destructed. Lakhs of people converted to Islam, Hindus and Christians. Glorifying Tipu Sultan is IND alliance stand. We will not accept this stand. വയനാട്ടിലെ ജനത BJPയുടെ വർഗീയ അജണ്ടകളെ അവഗണിക്കുമെന്ന് വണ്ടൂർ MLA AP അനിൽകുമാർ. കെട്ടിവെച്ച കാശ് പോകാതിരിക്കാനുള്ള സുരേന്ദ്രന്റെ അവസാന അടവാണ് ഈ പ്രചാരണത്തിന് പിന്നിലെന്നും അദ്ദേഹം ന്യൂസ് 18നോട് പറഞ്ഞു. രാഹുൽ ഗാന്ധി തന്റെ മണ്ഡല പര്യടനത്തിന് എത്തുകയാണ്. 15-ാം തീയതിയും 16-ാം തീയതിയും അദ്ദേഹം വയനാട്ടിലാണ് ഉണ്ടാവുക. നമ്മോടൊപ്പം ചേരുന്നത് ശ്രീ AP അനിൽകുമാറാണ്. രാഹുലിന്റെ പര്യടനം മണ്ഡലത്തിലെ എല്ലായിടത്തും അദ്ദേഹം എത്തുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട്. എങ്ങനെയാണ് ഒരുക്കുന്നത്? 15-ാം തീയതി രാവിലെ അദ്ദേഹം ബത്തേരി ആദ്യ പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കും. ബത്തേരി ടൗണിൽ സംഘടിപ്പിക്കുന്ന റോഡ് ഷോ, അത് കഴിഞ്ഞ് പിന്നീട് പുൽപ്പള്ളിയിൽ കർഷക സംഗമം, അത് കഴിഞ്ഞ് മാനന്തവാടിയിൽ 2 പ്രോഗ്രാം, ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം കൽപ്പറ്റ നിയോജകമണ്ഡലം, അത് കഴിഞ്ഞ് നേരെ കോഴിക്കോട് UDFന്റെ റാലിയിലും പൊതുയോഗത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. ആദ്യത്തെ ദിവസത്തെ 15-ാം തീയതിയിലെ പ്രോഗ്രാം ഈ രീതിയിലാണ്. 16-ാം തീയതി താഴെ ഭാഗത്തുള്ള, അതായത് തിരുവമ്പാടി നിയോജകമണ്ഡലത്തിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ റോഡ് ഷോയിൽ അദ്ദേഹം പങ്കെടുക്കും. അതിനുശേഷം ഏറനാട് നിയോജകമണ്ഡലത്തിലെ കീഴുപറമ്പ്, അതുപോലെ ഉറങ്ങാട്ടിരി സ്ഥലങ്ങളിൽ അദ്ദേഹം പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കും. ഉച്ചയ്ക്ക് ശേഷം മമ്പാട്, നിലമ്പൂർ, കരുവാരകുണ്ട്, ഈ രീതിയിലാണ് പ്രോഗ്രാം ഇപ്പോൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. റോഡ് ഷോ മാത്രമാണ് അദ്ദേഹം വോട്ടർമാരോട് സമ്മതിക്കൂ? റോഡ് ഷോ ഉണ്ട്, അതുപോലെ പബ്ലിക് മീറ്റിംഗ് ഉണ്ട്, കർഷകരുമായിട്ടുള്ള
കാഴ്ചയുണ്ട്. കർഷക സംഗമമാണ് പുൽപ്പള്ളിയിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്, കൽപ്പറ്റയിൽ തൊഴിലാളി സംഗമമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ വിഭാഗം ആളുകളുമായിട്ടും പരമാവധി കിട്ടുന്ന സമയം കൊണ്ട് കൂടുതൽ ആളുകളെ കണ്ട് വിവിധ മേഖലകളിലുള്ളവരെ കണ്ട് എല്ലാ കാര്യങ്ങളും വോട്ടഭ്യർത്ഥിയും കാര്യങ്ങൾ കാണുകയൊക്കെ ചെയ്യുന്ന രീതി. പ്രചരണം അതിന്റെ ഏതാണ്ട് ഉച്ചസ്ഥായിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് പ്രതീക്ഷകൾ, എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു കണക്ക്? എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഒരു ആവേശം എല്ലായിടത്തും കാണുന്നുണ്ട്. ഇന്നത്തെ ഒരു മാറിയ രാഷ്ട്രീയ സാഹചര്യം അത് ഇന്ത്യൻ രാഷ്ട്രീയം എത്രമാത്രം സങ്കീർണമായി പോകുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു അവസ്ഥയിൽ ഇന്നത്തെ ഒരു സാഹചര്യങ്ങൾ ഡെമോക്രസി ആയാലും സെക്യുലറിസം ആയാലും ഒക്കെ നിലനിർത്താൻ കഴിയുന്നത്, അതിനുവേണ്ടി പോരാടാൻ കഴിയുന്നത് രാഹുൽ ഗാന്ധി മാത്രമാണ് ആശ്രയമുള്ളത് എന്ന ഒരു ചിന്ത എല്ലാ വിഭാഗം ആൾക്കാർക്കിടയിലുണ്ട്. അത് UDF-നപ്പുറത്ത് ഇടതുപക്ഷത്തിലുള്ളവർ പോലും ആ രീതിയിൽ ചിന്തിക്കുന്നു. അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് മികച്ച ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തേക്കാൾ കിട്ടുമെന്നുള്ള ഞങ്ങളുടെ അഭിപ്രായം തന്നെയാണ് ഇപ്പോഴുള്ളത്. കെ സുരേന്ദ്രന്റെ ഒരു പരാമർശമാണ് വലിയ ചർച്ചയായിരിക്കുന്നത്. സുൽത്താൻ ബത്തേരിയുടെ പേര് പഴയ ഗണപതി വട്ടം എന്നാക്കും എന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഞാനതിനെ കാണുന്നത് യഥാർത്ഥത്തിൽ സുരേന്ദ്രൻ മത്സരിക്കുന്നത് ജയിക്കാനല്ല എന്ന് സുരേന്ദ്രനും അറിയാം. ആദ്യ റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ സുരേന്ദ്രൻ ഒരുപാട് പുറകിലാണ് എന്നുള്ളതും കെട്ടിവെച്ച കാശ് കിട്ടാൻ വേണ്ടിയുള്ള മത്സരമാണ് സുരേന്ദ്രൻ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ചില വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി എങ്ങനെയെങ്കിലും വോട്ട് കൂടുതൽ കിട്ടുമോ എന്ന് നോക്കാനുള്ള ശ്രമമാണ് സുരേന്ദ്രൻ നടത്തുന്നത്. സുരേന്ദ്രൻ അറിയുന്നതല്ല കേരളത്തിലെ ഒരു സോഷ്യൽ ഫാബ്രിക് എന്ന് പറയുന്നത്. നമ്മുടെ ഇതുപോലെ തന്നെ കമ്മ്യൂണലായിട്ടുള്ള മതപരമായിട്ടുള്ള ഒരു സൗഹൃദവും ബന്ധമൊക്കെ ജനങ്ങൾ തമ്മിലുള്ളത് അദ്ദേഹത്തിന് അറിവുള്ളതാണല്ലോ. അത് ഏത് തരത്തിൽ ഗണപതി വട്ടം വിവാദം കൊണ്ട് സുരേന്ദ്രന് കിട്ടേണ്ട വോട്ടുകൾ പോലും കിട്ടില്ല എന്ന് ഏറനാട് MLA PK ബഷീർ. ഇവർക്ക് ഇവിടെ ഒരു നിലപാട്, ഉത്തരേന്ത്യയിൽ മറ്റൊരു നിലപാട്, ഗൾഫിൽ വേറൊരു നിലപാട് എന്നിങ്ങനെയാണ്. എങ്ങനെ ഇങ്ങനെയൊക്കെ വർഗീയമായി ചിന്തിക്കാൻ കഴിയുന്നുവെന്നും PK ബഷീർ ചോദിച്ചു. അതോട് ആ ഒരൊറ്റ പറച്ചിലുകൊണ്ട് കിട്ടണ വോട്ട് കൂടി സുരേന്ദ്രന് കിട്ടൂല. എവിടുന്നാ പേരൊക്കെ പറയണേ ജാതി മതി. ഇവിടെ കാണുമ്പോൾ ഇവിടെ വേറൊരു അജണ്ട, വടക്കേന്ത്യയിൽ വേറൊരു അജണ്ട. എന്താ പേരിലാണോ അതൊക്കെ നിൽക്കുന്നത്? ആർക്കാണൊക്കെ ഇവരൊക്കെ എങ്ങനെയൊക്കെ രാഷ്ട്രീയം, ഇവരൊക്കെ എങ്ങനെ ഒരു ഉന്നത സ്ഥാനത്തെത്തി എങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളെ ഉൾക്കൊള്ളുക? ഇവിടെ കാണുമ്പോൾ ഒന്ന്, ഗൾഫിൽ പോകുമ്പോൾ വേറെ ഒന്ന്, ഇവർക്ക് വേറെ പണിക്ക് പോയിക്കൂടെ? ഒരിടവേള. ഇപ്പോൾ അതിൽ ഇലക്ഷൻ വൈബ്സ് തുടരുന്നു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജില്ലാ അധ്യക്ഷ സ്ഥാനം രാജിവെച്ച സജി മഞ്ഞക്കടമ്പലിനെ പരിഹസിച്ച് മോൻസ് ജോസഫ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായിരുന്നുവെങ്കിൽ സജി മഞ്ഞക്കടമ്പലിന് സീറ്റ് കൊടുക്കാമായിരുന്നു. സീറ്റ് ചോദിച്ചിട്ട് കൊടുക്കാതിരുന്നതിന്റെ പിണക്കമായിരിക്കാമെന്നും സജിക്ക് കൊടുക്കാൻ കഴിയുന്ന പരമാവധി സ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നും മോൻസ് പറഞ്ഞു. സജിക്കായി പാർട്ടിയുടെ വാതിലുകൾ ഇപ്പോഴും തുറന്നു കിടക്കുകയാണെന്നും മോൻസ് ന്യൂസ് 18നോട് പറഞ്ഞു. ശ്രീ മോൻസ് ജോസഫ് കൂടി നമ്മോടൊപ്പം ഉണ്ട്. താങ്കൾക്കെതിരെയാണ് സജി മഞ്ഞക്കടമ്പലിന്റെ വലിയ ആരോപണം. താങ്കളുടെ ഏകാധിപത്യം അപ്രമാദിത്വം ഒക്കെയാണ്. ഇത് പി ജോസഫ് ചെയർമാനായ പാർട്ടിയാണ്. പാർട്ടിയുടെ ചെയർമാൻ പി ജോസഫ് സാർ രാഷ്ട്രീയ രംഗത്ത് എത്രയോ ഉന്നതനായ നേതാവാണ്. അദ്ദേഹത്തിന്റെ കൂടെ എത്രയോ കാലമായ വിശ്വസ്തയോടെ ഞങ്ങളൊക്കെ പ്രവർത്തിച്ചു വരികയാണ്. പാർട്ടിക്ക് വേണ്ടി അധ്വാനിക്കുക, പ്രവർത്തിക്കുക എന്നുള്ളതല്ലാതെ പാർട്ടിയിൽ നിൽക്കുന്ന നേതാക്കളെ എല്ലാം ചേർത്ത് നിർത്തി സ്നേഹപൂർവ്വം കൊണ്ടുപോവുക എന്നല്ലാതെ മറ്റൊന്നുമില്ല. എന്റെ കയ്യിലുള്ള UDF-ന്റെ ജില്ലാ ചെയർമാൻ സ്ഥാനം ഞാൻ വിട്ടുകൊടുത്തത് കഴിഞ്ഞ നിയമസഭയിൽ സീറ്റ് കിട്ടിയില്ല എന്ന് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ സജി മഞ്ഞക്കടമ്പനാണ്. അദ്ദേഹം ആഗ്രഹിച്ചു അങ്ങോട്ട് കൊടുത്തു. കേരള കോൺഗ്രസ് ജോസ് കെ മാണിയുടെ കൂടെ നിൽക്കുമ്പോൾ അവിടെ അവഗണനയായിരുന്നു, അവിടെ ചവിട്ടിക്കൂട്ടുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാം ചേർന്നിട്ടാണ് സംരക്ഷിച്ചത്. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വന്നപ്പോൾ കേരള കോൺഗ്രസിന്റെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് സ്ഥാനം കൊടുത്തു. ഈ പാർട്ടി കൊടുക്കാവുന്ന ഏറ്റവും വലിയ പോസ്റ്റാണ്. കേരള കോൺഗ്രസിന്റെ തട്ടകമായ കോട്ടയത്ത് കൊടുത്തു. അതിന്റെ പ്രാധാന്യം പോലും പുള്ളിക്ക് മനസ്സിലായില്ലെന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ഞങ്ങളെ എല്ലാവരെയും ഇത്രയും സ്നേഹത്തോടെ എന്നും സൗഹൃദത്തോടെ എന്നും തലേദിവസം വരെ UDF സ്ഥാനാർത്ഥിയുടെ കൂട്ടത്തിൽ നിന്ന് പ്രവർത്തിച്ച ശേഷം പെട്ടെന്ന് കാലുമാറുകയാണ്. കാലുമാറി നേരെ അപ്പുറത്തെ ചേരിയിൽ അതുവരെ ജോസ് കെ മാണി തെറിപറഞ്ഞുകൊണ്ടിരുന്നിട്ട് അദ്ദേഹമാണ് കൊള്ളാവുന്ന നേതാവെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിച്ചപ്പം ലോക്സഭാ സീറ്റ് ഞങ്ങളോടൊക്കെ ചോദിച്ചിരുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കൊക്കെയാണ് നമുക്ക് അതിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും? PC തോമസ്, ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെയുള്ള സീനിന്റെ പ്രധാന നേതാക്കൾ മത്സരരംഗത്ത് വരുന്ന ഒരു സാഹചര്യം. കോൺഗ്രസ് പാർട്ടി കേരള കോൺഗ്രസും ഒക്കെ സീറ്റ് സംബന്ധിച്ച് ധാരണയാക്കി UDF-ൽ ഒരു സീറ്റിലേക്ക് വരുമ്പോൾ ഞങ്ങൾ പാർട്ടി ഏകകണ്ഠമായി തീരുമാനിച്ചു. എല്ലാ നേതാക്കളും ആയിട്ടും പി ജോസഫ് സാർ ആശയവിനിമയം നടത്തി. അങ്ങനെ ഏകകണ്ഠമായി ഫ്രാൻസിസ് ജോർജിനെ കോട്ടയത്ത് മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു. അത് നിങ്ങൾക്കും അറിയാം.
അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ പ്രവർത്തിക്കുക എന്നുള്ളതല്ലാതെ അതിന് കുശുമ്പ് കുത്തിയിട്ട് കാര്യമുണ്ടോ? ആ കുശുമ്പ് എന്നുള്ളതല്ലാതെ ഒരു കാര്യമില്ല. ഒരു പ്രലോഭനത്തിന്റെ വശം കൂടി ഉണ്ടോ? അല്ലാതറിയത്തില്ല. നിങ്ങൾ പരിശോധിക്കുക. ഞങ്ങളൊരു കുറ്റവും പറയണില്ല. ഏതായാലും ഞങ്ങളുടെ കൂട്ടത്തിൽ കുറച്ചാൾ ഉണ്ടായിരുന്ന ആളാണല്ലോ. ദീർഘകാലം മണിഗ്രൂപ്പിലായിരുന്നു. ഞങ്ങളുടെ കൂടെ കുറച്ച് കാലമേ ഉള്ളൂ. ഒരു പീഡനം പുള്ളിക്കൂടെ കേൾക്കേണ്ടി വന്നിട്ടില്ല. സ്നേഹം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. മറ്റാരുടെയെങ്കിലും വല വീണ് പോയിടണോ നിങ്ങൾ പരിശോധിക്കുക. മുന്നണി തലത്തിലും കൊടുക്കാവുന്ന ഏറ്റവും ഉന്നത പരിഗണന പാർട്ടിയിൽ ജില്ലാ പ്രസിഡന്റ് സ്ഥാനം, മുന്നണിയിൽ ജില്ലാ ചെയർമാൻ സ്ഥാനം, ഇത് കൂടുതൽ ഞങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയും? അത് രണ്ടും അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. ഭാവിയിലും അദ്ദേഹത്തെ തീർച്ചയായിട്ടും ഇതിലും അതിനേക്കാൾ ഉന്നതമായ സ്ഥാനത്തേക്ക് പരിഗണിക്കുമായിരുന്നു. അതൊക്കെ അദ്ദേഹത്തിന് അറിയാം. ഇതൊക്കെ നമ്മൾ ഓരോ സാഹചര്യത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ചെയ്യാവുന്നത്. ഞങ്ങൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഒരു സഹോദരനെ പോലെ കണ്ട്, ഒരു സഹപ്രവർത്തകൻ എന്നുള്ളതിനപ്പുറം ഒരു സഹോദരനെ പോലെ കണ്ട് അദ്ദേഹത്തെ പരിഗണിച്ചിരുന്നു, പരിഗണിക്കുമായിരുന്നു. ഇടയ്ക്ക് ഇപ്പം എന്താണ് പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടായെന്ന് വ്യക്തമായൊരു തീരുമാനത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിച്ചാലും വാതിൽ തുറന്നു കിടക്കുക. ഞങ്ങൾക്ക് ഇത് നല്ല മനസ്സേ ഉള്ളൂ. ഞങ്ങൾ തീർച്ചയായിട്ടും സ്വീകരിക്കും. ഇവിടെ ഒരു വൈരാഗ്യം നമുക്കൊന്നുമില്ല. ഇത് നല്ലൊരു പാർട്ടിയാണ്. അതുകൊണ്ട് സ്നേഹപൂർവ്വം നല്ല മുന്നണിയാണ്. അതുകൊണ്ട് എല്ലാവരും ചേർത്ത് നിർത്തി പോകുന്ന രീതിയേ ഉള്ളൂ. വന്നാൽ തീർച്ചയായിട്ടും സ്വീകരിക്കും. എന്ത് വേണമെന്ന് അദ്ദേഹത്തോട് ചർച്ച ചെയ്യാം. ഇലക്ഷൻ ഫേസിൽ പൂർണ്ണമാകുന്നു. നമസ്കാരം. Political Grand Finale, co-presented by Berger Paints, 100 Years of Trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partner, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS ലൂടെ